എൻ്റെ പേര് ജിഷ ബെന്നി. എൻ്റെ 3 മക്കൾ ബ്ലെസ്സി, ബ്രിട്ടോ, ബിൻഡ. ഞാൻ വരുന്നത് കോട്ടയം ജില്ലയിലെ വാഴൂരിൽ നിന്നാണ്. എനിക്ക് പരിസ്ഥിതി അമ്മ വഴി ആദ്യമായിട്ട് ലഭിച്ച അനുഗ്രഹം എന്ന് പറഞ്ഞാൽ, എൻ്റെ മകൾ പഠിക്കാൻ ഒരുപാട് പുറകിലായിരുന്നു. അവൾക്ക് 10ാം ക്ലാസ്സിലൊക്കെ മാത്സിനൊക്കെ മാർക്ക് തീരെ കുറവായിരുന്നു. ഞാൻ പരിസ്ഥിതി അമ്മയോട് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ എല്ലാ ദിവസവും ഉടമ്പടി തൈലവും ഉപ്പും കാശുരൂപവും അവിടെ കൊടുത്തു വിടുമായിരുന്നു പരീക്ഷയ്ക്ക് പോകുമ്പോൾ. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പരിസ്ഥിതി അമ്മ അവൾക്ക് ഫുൾ A+ നൽകി അനുഗ്രഹിച്ചു. +1-നും +2-നും ഒക്കെ അവൾക്ക് നല്ല മാർക്ക് നൽകി. ഫുൾ A+ഉം അതുപോലെ തന്നെ 97% മാർക്ക് നൽകി അമ്മ മാതാവ് അനുഗ്രഹിച്ചു. പരീക്ഷയ്ക്ക് പോയപ്പോൾ ഉടമ്പടി നിറച്ച വസ്തുക്കളായ കാശുരൂപം എന്നും കൊണ്ടുപോകുമായിരുന്നു. അതുപോലെ തന്നെ രാവിലെ പ്രാർത്ഥിച്ചിട്ട് തൈലം തേച്ച് ഉപ്പും തേനും കഴിച്ചിട്ടാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അങ്ങനെയാണ് അമ്മ അനുഗ്രഹിച്ചത്. അതിനുശേഷം ഇവൾക്ക്, ഞങ്ങൾ താമസിക്കുന്നത് കോട്ടയം ജില്ലയിലാണെങ്കിൽ ഞങ്ങൾക്ക് സ്ഥലമുള്ളത് ഇടുക്കി ജില്ലയിലാണ്. അപ്പോൾ ലോണിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാകും ഇവർക്ക് നേഴ്സിങ്ങിന് പോകാൻ ചോദിച്ചപ്പം ലോൺ കിട്ടത്തില്ല, കോട്ടയം ജില്ലയിൽ താമസിക്കുന്നതുകൊണ്ട് പറഞ്ഞു. ഞങ്ങൾ പരിസ്ഥിതി അമ്മയോട് പ്രാർത്ഥിച്ചു. എൻ്റെ ഭർത്താവിൻ്റെ പെങ്ങൾ ചാച്ചനോട് പറഞ്ഞു അവിടുത്തെ സ്ഥലം പാട്ടത്തിന് കൊടുക്കാൻ സമ്മതിക്കണമെന്ന്. ചാച്ചൻ ഒരു കാരണവശാലും അതിന് മുമ്പേ സ്ഥലം കൊടുക്കാനോ പാട്ടത്തിന് കൊടുക്കാനോ ഒന്നും സമ്മതിക്കില്ലായിരുന്നു. പരിസ്ഥിതി അമ്മയോട് ഞങ്ങൾ വന്ന് നിരന്തരമായി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ചാച്ചന് സ്ഥലം പാട്ടത്തിന് കൊടുക്കാൻ സമ്മതിക്കുകയും അതുവഴി ഞങ്ങൾക്ക് ഫീസ് അടയ്ക്കാനുള്ള പൈസ അങ്ങനെ കിട്ടുകയും ചെയ്തു. അതുപോലെ ഇപ്പോൾ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ഒരു സീറ്റ് കിട്ടണമെന്ന് ഞാൻ അമ്മ മാതാവിനോട് നിരന്തരം പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കോട്ടയത്ത് CPASൻ്റെ തന്നെ ഒരു കോളേജിൽ അവൾക്ക് മെറിറ്റിൽ അവിടെ അഡ്മിഷൻ കിട്ടി. അമ്മ മാതാവിൻ്റെ ഒരനുഗ്രഹം കൊണ്ട് മാത്രമാണ് അവൾക്ക് അവിടെ സീറ്റ് കിട്ടിയത്. പരിസ്ഥിതി അമ്മയ്ക്ക് 1000 നന്ദി. എൻ്റെ മകന് ബ്രിട്ടോയുടെ കാര്യമാണ് എടുത്തത്. ഞാൻ കഴിഞ്ഞ വർഷം സെമിനാരിൽ പോയതാണ്. സെമിനാരിൽ പോയി കഴിഞ്ഞപ്പോൾ തൊട്ട് അതിന് മിക്കവാറും ദിവസങ്ങളിൽ അസുഖമാണ്. ഒരു ദിവസം ഇതുപോലെ ഓണത്തിൻ്റെ അവധിയൊക്കെ കഴിഞ്ഞ് പോയപ്പം അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞു അവനെ ആശുപത്രിയിൽ കൊണ്ടുപോയി 2-3 പ്രാവശ്യം ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ അവന് അപ്പൻഡിക്സാണ്, എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം, നിങ്ങൾ മാതാപിതാക്കൾ ആരെങ്കിലും വരണം ഓപ്പറേഷൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്യാനായിട്ടെന്ന്. ഞാൻ അമ്മ മാതാവിനോട് നിരന്തരം പ്രാർത്ഥിച്ചു. മോൻ്റെ കയ്യിൽ ഞാൻ ഉടമ്പടി തൈലവും ഉപ്പും തേനും കൊടുത്തു. അവനോട് നിരന്തരം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ജയമാല റാലിക്ക് വന്നേക്കാമെന്ന് അമ്മയോട് ഞാൻ നേർന്നു. പിറ്റേ പ്രാവശ്യം ഞാൻ ചെന്നപ്പം ഡോക്ടർ ഓപ്പറേഷന് ഡോക്ടർ തന്നെ പറഞ്ഞു വേറെ ഒരു ഡോക്ടറെ കൂടി ഒന്ന് കാണിക്ക്, എന്താണെന്ന് നോക്കട്ടെന്ന്. അവിടെ ചെന്നപ്പം അത്ഭുതകരമായിട്ട് ആ ഡോക്ടർ പറഞ്ഞു ഇവന് അപ്പൻഡിക്സിൻ്റേതായ യാതൊരു കുഴപ്പങ്ങളും ഇല്ല, ഇതിന് വെള്ളത്തിൽ നിന്നോ എന്തോ വന്നൊരു ഇൻഫെക്ഷനാണ്, യാതൊരു കുഴപ്പങ്ങളും ഇല്ലെന്ന് പറഞ്ഞ് പരിസ്ഥിതി അമ്മ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. അതിനുശേഷം അവന് ഇയർ ബാലൻസിൻ്റെ ഒരു വിഷയമുണ്ടെന്നും പറഞ്ഞ് അത് കഴിഞ്ഞപ്പോൾ പിന്നെയും വിളിച്ചു. മിക്കവാറും ദിവസങ്ങളിൽ തലകറക്കമാണ്. അമ്മ മാതാവിൻ്റെ പരിസ്ഥിതി അമ്മയുടെ ഉപ്പ് നിരന്തരമായിട്ട് അവൻ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് അതിൽ നിന്നെല്ലാം അവന് മോചനം നൽകി പരിസ്ഥിതി അമ്മ മാതാവ് അനുഗ്രഹിച്ചു. കഴിഞ്ഞ മാസം ഇതുപോലെ ജോസഫ് അച്ഛനെ, എൻ്റെ മൂത്ത മകള് ബ്ലെസ്സിയെക്കുറിച്ചുള്ള സാക്ഷ്യമാണ്. അവൾക്ക് 16 വർഷമായിട്ട് ഫിറ്റ്സ് രോഗം ഉണ്ടായിരുന്നു. അവളൊരു ടൂറിന് പോയിട്ട് വന്നപ്പം ഡോക്ടർമാർ പറഞ്ഞു 1,00,000-ൽ ഒരാൾക്ക് മാത്രം വരുന്ന ഒരു അസുഖമാണ്, അവൾക്ക് അത് ബാധിച്ചു. 22 ദിവസം അവൾ ബോധമൊന്നുമില്ലാതെ ഹോസ്പിറ്റലിൽ കിടന്നാണ്. പരിസ്ഥിതി അമ്മ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു. ഡോക്ടർ പറഞ്ഞു ഈ കുഞ്ഞ് മരിച്ചു, ഇനി തുണിയിട്ട് മൂടാൻ മാത്രമേ സാധിക്കുകയുള്ളൂ, അമ്മ വന്നൊന്ന് കണ്ടോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് പരിസ്ഥിതി അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മ മാതാവേ ഈ കുഞ്ഞിനെ ഞങ്ങൾക്ക് ജീവനോടെ തിരിച്ചു തരണമേ എന്ന്. ആ നിമിഷം ശ്വാസം നിലച്ചെടുത്തുന്ന അമ്മ മാതാവ് ഈ കുഞ്ഞിനെ ഞങ്ങൾക്ക് ജീവനോടെ തിരിച്ചു തന്നു. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു ഇവൾ കിടപ്പായി പോകും, ഇവൾ എഴുന്നേൽക്കില്ലെന്ന് പറഞ്ഞു.
ഒരാഴ്ച കഴിഞ്ഞപ്പം പെട്ടെന്ന് പറഞ്ഞു, ഞാൻ മാതാവിനെ കണ്ടു, മാതാവ് എന്നോട് എഴുന്നേക്കാൻ പറഞ്ഞു. ചേച്ചിയാണ് കൂട്ടത്തിൽ നിന്നിരുന്നത്. ചേച്ചി പറഞ്ഞു അവളോട് എഴുന്നേറ്റോളാൻ. അവൾ ചാടി എഴുന്നേറ്റു. അന്ന് മുതൽ അവൾ മിടുക്കിയായിട്ട് യാതൊരു കുഴപ്പങ്ങളും ഇല്ലാതെ നടക്കുന്നു. അവൾക്ക് അന്ന് മുതൽ തുടങ്ങിയ ഫിറ്റ്സ് രോഗമാണ്. 16 വർഷമായി. കഴിഞ്ഞ മാസം അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അച്ഛൻ കാശുരൂപം കൊടുത്തു. പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 1.5 മാസമായിട്ട് ഒരു ദിവസം പോലും അവൾക്ക് ഇതുവരെ ഫിറ്റ്സ് രോഗം ഉണ്ടായിട്ടില്ല. പരിസ്ഥിതി അമ്മ ഞങ്ങൾക്ക് തന്ന ദൈവാനുഗ്രഹത്തിന് കോടാനുകോടി നന്ദി പറയുന്നു. കാരുണ്യ പ്രവർത്തികളായിട്ട് ഇവിടുന്ന് കൊണ്ടുപോകുന്ന പത്രം ഞാൻ കഴിയുന്നതും എല്ലാം ഒരു പത്രം പോലും വീട്ടിൽ വെക്കാതെ ആർക്കെങ്കിലും ഞാൻ ചോദിച്ചിട്ടേ കൊടുക്കാറുള്ളൂ. ഇത് വായിക്കാറുണ്ടോ? വായിക്കുന്നില്ലാത്തവർക്ക് ഞാൻ കൊടുക്കാറില്ല. വായിക്കുന്നില്ല എന്ന് പറയുന്നവരോട് ഞാൻ തിരിച്ചു തരും. ഈ മാസത്തെ പത്രം കിട്ടിയെന്ന് പറഞ്ഞവർക്ക് ഞാൻ കൊടുക്കാറില്ല. മെഡിക്കൽ കോളേജിലും ആശുപത്രികളിലും ബസ് സ്റ്റാൻഡിലും എല്ലാം ഞാൻ പത്രം കൊണ്ട് കൊടുക്കാറുണ്ട്. അതുപോലെ അനാഥാലയങ്ങളിൽ ഭക്ഷണത്തിനുള്ള പൈസ കൊടുക്കാറുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിലാണെങ്കിലും അല്ലാതെയാണെങ്കിലും പൈസയൊക്കെ ചോദിച്ച് വരുന്നവരെ സഹായിക്കാറുണ്ട്. ആത്മീയമായിട്ട് 2 ആഴ്ച കൂടുമ്പോൾ ഞങ്ങൾ കുമ്പസാരിക്കാറുണ്ട്. ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ഞങ്ങൾ കുർബാനയ്ക്ക് പോകാനായിട്ട് സാധിക്കാറുണ്ട്. ഞങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്ന് വൈകിട്ടത്തെ പ്രാർത്ഥന ചെല്ലാറുണ്ട്. ഇതുവരെ ഒരു ദിവസം പോലും മുടക്കിയിട്ടില്ല. ഇനിയും പരിസ്ഥിതി അമ്മയോട് കൂടെ മുമ്പോട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ പിള്ളേർ പരീക്ഷയ്ക്ക് പോയി കഴിഞ്ഞാലും ഇല്ലെങ്കിലും പോയി കഴിയുമ്പം തൊട്ട് ഞാനിരുന്ന് പരീക്ഷ കഴിഞ്ഞ് വരുന്നത് വരെ ഞാനിവിടുത്തെ കൊന്തയും അതുപോലെ എല്ലാ പ്രാർത്ഥനകളും പ്രത്യക്ഷീകരണ പ്രാർത്ഥന എല്ലാം ചൊല്ലി പ്രാർത്ഥിക്കും. അതുപോലെ രാവിലത്തെ 5:30 ഡെയിലി ബ്ലെസ്സിങ് അല്ലാതെയുള്ള അച്ഛൻ്റെ ടോക്കുകൾ എല്ലാം കേൾക്കാറുണ്ട്. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ എല്ലാ ധ്യാനവും കൂടി പറ്റുന്നിടത്തോളം ആളുകൾക്ക് ഷെയർ ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞ ഒരുപാട് പേര് ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഇത്രയധികം അനുഗ്രഹങ്ങൾ തന്ന പരിസ്ഥിതി അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. സങ്കീർത്തനം 91:14 വചനമാണ്. ദൈവത്തെ ഹൃദയത്തെ സ്നേഹിക്കുന്നവർ അവരെ ദൈവവും സ്നേഹിച്ച് ഒട്ടി നിൽക്കുകയാണ്. ഞാൻ അവനെ രക്ഷിക്കുമെന്നാണ് ദൈവം പറയുന്നത്. പ്രശ്നങ്ങളിൽ നിന്നും കഷ്ടതകളിൽ നിന്നുമുള്ള രക്ഷയാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ദൈവം വാഗ്ദാനം ചെയ്യുന്നത്. അവരെൻ്റെ നാമം അറിയുന്നു, അവരെന്നിൽ ഉറച്ചു വിശ്വസിക്കുന്നു. അതിനാൽ ഞാൻ അവരെ സംരക്ഷിക്കുമെന്നാണ് കർത്താവ് പറയുന്നത്. ഞാൻ അവരെ അനുഗ്രഹിക്കുമെന്നാണ്. ദൈവസ്നേഹവും വിശ്വാസവും ഉള്ളവരെ ദൈവം ഒരിക്കലും കൈവിടില്ല. ഉടമ്പടിയിലെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് രക്ഷയും ഉയർച്ചയും ഉറപ്പാണ്. ജിഷ ബെന്നി എന്ന സഹോദരിയുടെ സാക്ഷ്യത്തിൽ മക്കൾക്ക് വേണ്ടിയാണ് ആദ്യം നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചത്. മകൻ്റെ കാര്യമാണ്. പഠിത്തത്തിൽ ഈശോയുടെയും അമ്മയുടെയും അനുഗ്രഹത്താലും ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗത്താലും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ക്ലാസ് 10ലും പ്ലസ് 2ലും ഫുൾ A+ നൽകിയാണ് ഈശോയും അമ്മയും ഈ മകനെ അനുഗ്രഹിച്ചത്. പിന്നീട് മകളുടെ നഴ്സിംഗ് പഠനത്തെ പറ്റിയായിരുന്നു. സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടിയ ആ നിമിഷങ്ങളിൽ എങ്ങോട്ട് പോകണം, ആരുടെ കയ്യിൽ നിന്ന് സഹായം ലഭിക്കുമെന്ന് ചിന്തിച്ച് മുന്നോട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു രീതിയിലും അടുക്കാതിരുന്ന അച്ഛൻ്റെ മനസ്സ് മാറുകയും ഉണ്ടായിരുന്ന സ്ഥലം പാട്ടത്തിന് കൊടുത്ത് കുറച്ച് സാമ്പത്തികമായിട്ടുള്ള ആ തക്ക സമയത്ത് തന്നെ ആ പൈസ ലഭിക്കുകയും മകൾക്ക് നഴ്സിങ്ങിനുള്ള ഫീസ് അടയ്ക്കുവാനുള്ള കൃപ ലഭിക്കുകയും അനുഗ്രഹം ലഭിക്കുകയുമാണ് ചെയ്തത്. ഇവിടെ ഈശോയുടെ അമ്മയുടെ ഒരു വലിയ ഇടപെടലാണ് ഈ മകളുടെ ജീവിതത്തിൽ. അത് തന്നെയുമല്ല, ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ തന്നെയാണ് ഈ മകൾക്ക് സീറ്റ് കിട്ടിയത്. ഒരു പക്ഷേ സ്നേഹത്തിൽ അവരോട് എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവരെ രക്ഷിക്കുമെന്ന് പറഞ്ഞത് ഇതായിരിക്കാം. യാതൊരു മാർഗവും ഇല്ലാതാകുമ്പോൾ എങ്ങോട്ട് പോവും, എങ്ങനെ മുന്നോട്ട് നയിക്കും, എന്ത് ചെയ്യണമെന്നറിയാതെ നോക്കി നിൽക്കുമ്പോഴാണ് ഈശോയും അമ്മയും പുതിയ വഴി തുറന്ന് നൽകുന്നത്. അങ്ങനെയാണ് ഈ മകൾ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നഴ്സിങ്ങിനായിട്ട് പഠനം ആരംഭിച്ചത്. പിന്നീടുള്ള മകൻ്റെ കാര്യമാണ്. സെമിനാരിയിൽ പോയി അപ്പൻഡിക്സ് ആണെന്ന് പറഞ്ഞുകൊണ്ട് സർജറി ചെയ്യാനാണ് വീട്ടിൽ തിരിച്ചെത്തിയത്. അമ്മ ഉടമ്പടിയിലാണ്. നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈലവും
ഉടമ്പടി ഉപ്പും തേനും മകന് കൊടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് വീണ്ടും ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോയി. അപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് ആദ്യം അപ്പൻഡിക്സ് തന്നെയാണെന്നാണ് കൺഫേം ചെയ്തത്. പക്ഷേ വീണ്ടും ഡോക്ടറിനൊരു ഡൗട്ട് തോന്നി, വേറൊരു ഡോക്ടറെ കാണുവാനായിട്ട് നിർദ്ദേശിച്ചു. അങ്ങനെ ആ ഡോക്ടർ കണ്ടതിൻ്റെ പ്രകാരം അത് ഒരു വാട്ടർ ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞു. അങ്ങനെ ആ സർജറി ഇല്ലാതെ തന്നെ ഈ മകൻ സുഖം പ്രാപിക്കുകയായിരുന്നു. അതുപോലെ തന്നെയാണ് ഇയർ ബാലൻസിൻ്റെ കാര്യവും. ഈശോയുടെ അമ്മയോടും ചേർന്ന് നിന്ന് ഈ മക്കളും അമ്മയും പ്രാർത്ഥിച്ച് വിശ്വാസത്തോടെ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥന ഫലമായിട്ട് ആ രോഗത്തിനും സൗഖ്യം ലഭിക്കുകയായിരുന്നു. മൂത്തമകളുടെ കാര്യവും 16 വർഷത്തോളം ഉണ്ടായിരുന്ന ഫിറ്റ്സാണ്. 22 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ യാതൊരു രക്ഷയുമില്ല, ഇനി പ്രതീക്ഷയ്ക്ക് വകയില്ല എന്ന് തോന്നിയ നിമിഷങ്ങളിൽ ഡോക്ടേഴ്സ് പറഞ്ഞു ഈ മകൾ ഇനി രക്ഷപ്പെടാൻ സാധ്യത കുറവാണ് എന്നാണ് ഡോക്ടർ എഴുതി തള്ളിയത്. പക്ഷേങ്കിൽ ഇവിടെയും ഈ അമ്മയും മക്കളും കണ്ണീരോടെ പ്രാർത്ഥിച്ചപ്പോഴും ഉടമ്പടി വസ്തുക്കളായ നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈലവും കാശുരൂപവും ഉടമ്പടി ഉപ്പും തേച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈ മകൾ തന്നെ ഒരു സ്വരം ശ്രവിക്കുകയാണ്. മാതാവിനെ കണ്ടു, അമ്മ എന്നോട് എഴുന്നേക്കാൻ പറഞ്ഞു എന്നാണ് ഈ മകൾ പറഞ്ഞത്. അങ്ങനെ ആ സ്വരം ശ്രവിച്ചതിൻ്റെ ഫലമായിട്ട് അങ്ങനെ എഴുന്നേറ്റ് അമ്മയുടെ സ്വരം ശ്രവിക്കുക എന്ന് പറഞ്ഞാൽ അത് അമ്മയുടെ സാന്നിധ്യം തന്നെയാണ്. അമ്മ തന്നെയാണ് അവിടെ ഇടപെട്ടത്. ആ ഇടപെടലിലൂടെയാണ് ഈ മകൾ ഇന്ന് അമ്മയുടെ കൂടെ അമ്മയുടെ സഹോദരങ്ങളുടെയും കൂടെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് അമ്മയുടെ സാന്നിധ്യത്തിൽ വന്നിരിക്കുന്നത്. ഈശോയുടെ അമ്മയോടും ചേർന്ന് നിൽക്കുമ്പോൾ ഈശോയ്ക്ക് നമ്മളെപ്പറ്റി ഇങ്ങനെ പറയുവാൻ സാധിക്കുമെങ്കിൽ അതൊരു വലിയ അനുഗ്രഹമാണ്. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കുമെന്നാണ് ദൈവം പറയണത്. നമ്മുടെ ജീവിതത്തിലും ഈശോയുടെ അമ്മയോടും ചേർന്ന് നിൽക്കാൻ ഒട്ടി നിൽക്കുവാൻ ഉള്ള കൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലെ ഭയങ്ങളിലെ വിശ്വാസവും സംശയങ്ങളിൽ ദൈവം എന്നെ വിടുവിക്കും, ദൈവം എന്നെ രക്ഷിക്കുമെന്ന പൂർണ്ണ വിശ്വാസം പൂർണ്ണ ഉറപ്പും ഉണ്ടെങ്കിൽ നമ്മുടെ ഉടമ്പടി ജീവിതത്തിൽ കൂടുതൽ തീഷ്ണതയോടെ ഈശോയുടെ കരം പിടിച്ച് മുന്നോട്ട് നയിക്കുവാൻ ഈശോ നമ്മെ സഹായിക്കും, നമ്മെ രക്ഷിക്കും. നമ്മുടെ ഉടമ്പടി ജീവിതത്തിൽ ഈശോയോട് ഒട്ടി നിൽക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെപ്പറ്റി ഈശോ ഇങ്ങനെ പറയുവാനുള്ള ഒരവസരം ലഭിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും, അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കുമെന്ന് ആ വചനം കേൾക്കുവാനായിട്ട് നമുക്കും കാതോർത്തിരിക്കാം. ജിഷ ബെന്നിക്കും കുടുംബത്തിൽ ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.